ആതിരയുടെ ഗെയിം അങ്ങനെ എക്സ്പോസ്ഡ് ആയിരിക്കണം. അവരുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഒരാൾ വന്നതോടുകൂടി ആതിരയുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വന്നിരിക്കുകയാണ്. നൂറ അതിൽ നിന്നും വ്യത്യസ്തമായി നമുക്ക് കാണാൻ സാധിച്ചു. അതാണ് ഓരോരുത്തരുടെ ക്യാരക്ടർ എന്നത്. ആതിരയ്ക്ക് റിയാസ് സലീമിന്റെ സപ്പോർട്ട് ഒരുപാട് കിട്ടും. പിന്നെ ലാലേട്ടന്റെ സപ്പോർട്ട് ഇപ്പൊ കിട്ടി, കൊമ്പത്താണല്ലോ ഇപ്പൊ ഇരിക്കുന്നത്. ഭയങ്കര കോൺഫിഡൻസ് ഒക്കെ കൂടിയിട്ടുണ്ട്. അപ്പൊ ആതിര അത് ഒരുപാട് കോൺഫിഡൻസ് കൂടി ഓവർ കോൺഫിഡൻസ് ആയിട്ട് ഇപ്പൊ ഗെയിം തന്നെ കയ്യിൽ നിന്ന് പോയിരിക്കുന്ന അവസ്ഥയാണ്. പ്രേക്ഷകർക്ക് ആദിലയുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് അനുമോളുടെ അടുത്തും ഷാനവാസിന്റെ അടുത്തും അതേപോലെ നെവിന് എതിരെ ഷാനവാസിനെ കളിപ്പിച്ചതിലും പ്രധാന പങ്ക് വഹിച്ചിരിക്കുന്നത് ആദിലയാണ്. പിന്നെ ഇപ്പോൾ അനുമോളിനെ പുറകിൽ നിന്ന് കുത്തുന്നതും ആദിലയാണ്. ആദില ഭിന്നയേക്കാളും വലിയ കുത്തിത്തിരിപ്പുകാരിയാണ് എന്നുള്ളത് ബിഗ് ബോസ് ഹൗസിന്റെ അകത്തുള്ള എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു ദിവസം വരും. അപ്പൊ എന്തായാലും ആദിലയുടെ ഒരു ഗെയിം ഇപ്പൊ എക്സ്പോസ്ഡ് ആയിരിക്കണം. അതിന് പ്രധാന കാരണം അവരുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ഗസ്റ്റ് ആയിട്ട് അവിടെ വന്നിട്ട് ഗസ്റ്റ് ആവാതെ ശരിക്കും ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഒരു പ്രതിനിധിയായിട്ട് അവിടെ വന്ന് ഗെയിമിനെ ആകെ കുളമാക്കി കയ്യിൽ കൊടുത്തിട്ടുള്ള റിയാസ് സലീമാണ്. അപ്പൊ ആദിലയ്ക്ക് എന്തായാലും പുറത്തിറങ്ങിയിട്ട് ഇതിന്റെ പ്രതികരണം അറിയാം. ഇദ്ദേഹം വന്നിട്ട് ഉപകാരമാണോ ഉപദ്രവമാണോ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് ആദില പുറത്ത് ഇറങ്ങുമ്പോൾ എന്തായാലും തിരിച്ചറിയുന്ന കാര്യം ഉറപ്പാണ്.